വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. എത്ര വായിച്ചു പഠിച്ചാലും തീർക്കാൻ കഴിയാത്ത ഒരു വിശുദ്ധ ചരിത്രം ലോകത്തിനു മുന്നിൽ എപ്പോഴും എഴുതുന്നവരും പറയുന്നവരും അവരവരുടെ കഴിവിനനുസരിച്ച് എഴുതി പറഞ്ഞു മതിയാക്കി എന്നതല്ലാതെ പൂർത്തിയാക്കി എന്ന് പറയാൻ കഴിയുന്ന ഒരാളും വന്നിട്ടില്ല, വരാൻ ചാൻസുമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവദാനങ്ങൾ ഏറ്റവും അധികം ലോകത്ത് പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ അവിടുത്തെ മഹത്വങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ ഉണർത്തിയ ഒരു വിഷയമാണ് അവിടുത്തെ ഇൽമ്. ആമുഖമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ദീനിയായ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിന് അശ്രദ്ധ സംഭവിച്ചുകൂടാ. ദീനിയായ ഇൽമു പഠിപ്പിക്കുന്നതിലും അതിന് പ്രചോദനം നൽകുന്നതിലും മുൻഗാമികൾ ശ്രദ്ധിച്ചതുപോലെ ഉത്സാഹിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യണം. ഓരോ കുടുംബത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു മികവുള്ള ആലിമ് ഉണ്ടായേ തീരും. ചിലർ ചോദിക്കും, ഉസ്താദേ ഇവിടെ തന്നെ നോക്ക്, നിങ്ങൾ എത്ര മുത്താലിമുകളാ. ഇങ്ങനെ നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ കോളേജുകളും ദർസുകളും നോക്കുമ്പോൾ ആളുകളൊക്കെ അത്യാവശ്യം മതി എന്ന രീതിയിലല്ലേ തോന്നുന്നത്? അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും സഹോദരങ്ങളെ, ഓരോ കുടുംബങ്ങളിലേക്ക് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം കടന്നു ചെല്ലുമ്പോഴാണ് വിവരക്കുറവിന്റെ കാര്യം മനസ്സിലാകുന്നത്. നല്ലോണം വിവരമുള്ള ആളുകൾ, ഇൽമുള്ള ആളുകൾ പഴയകാലത്തെ പോലെ ആലിമൊന്നായിട്ടില്ലെങ്കിലും ഫതുഹുൽ മുഈനും അതുപോലെയുള്ള കിതാബുകളൊക്കെ ഓതി പഠിച്ച് തഴക്കമുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ വലിയ പേടില്ലായിരുന്നു. അതേ സമയത്ത് ഉണർത്തിക്കൊടുക്കാൻ ശരിയായ ഇൽമില്ലെങ്കിൽ അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കും. ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് വലിയ സന്തോഷത്തോടുകൂടെ നടത്തുന്ന ഒരു സദ്യയാണല്ലോ അഖീഖ എന്ന് പറയുന്നത്. 10 സദ്യകൾ സുന്നത്തുണ്ട്. പക്ഷെ പലതും സുന്നത്തായി പുറത്ത് കാണാറില്ല എന്നേ ഉള്ളൂ, അല്ലേ? മാർക്കം നടത്തിയാൽ ഒരു വലീമത്ത് സുന്നത്തില്ലേ? ആരാ കൊടുക്കാറുള്ളത്? കിട്ടുന്ന ഡ്രസ്സും മുട്ടായൊക്കെ വാങ്ങിക്കുന്നല്ലാതെ മാർക്കം ചെയ്ത് വന്നാൽ ഒരു വലീമത്ത് സുന്നത്തുണ്ട്. വലീമത്ത് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മാത്രമൊന്നുമല്ല. അൽ വലാഇമു അശ്റുൻ, വലീമത്തുകൾ 10 എണ്ണമുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദൽ ഖിതാൻ, മാർക്കം ചെയ്യുന്ന സമയത്ത്. അതിനു മുമ്പേ ആദ്യം വരുന്ന ഒന്നാണ് അഖീഖ. ആ അഖീഖ അത് നല്ല ഇൽമുള്ള ആളുകളെ സമീപിച്ച് അവര് പറയും പോലെ കേട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ അടുത്തുണ്ടായ അനുഭവം എന്താന്ന് വെച്ചാൽ, അർത്ഥമെന്ന് ചോദിച്ചു. നമ്മൾ അവിടെ എത്തിയപ്പോ സാധാരണ ചോദിക്കുമല്ലോ മൃഗത്തെ അർത്ഥം. നല്ലൊരു മൃഗത്തെ കെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, പാസും പ്രായൊക്കെ റെഡിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അറവ് നടത്തുന്ന ആളും അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതിന് വീട്ടുകാരൻ പറഞ്ഞു, മുടി കളയാനുള്ള ആളെത്തിയിട്ടില്ല, 2 കത്തി ഒപ്പല്ലേ വെക്കണ്ടെന്ന് വെച്ചു. ഇത് നിങ്ങൾ കരുതണ്ട ബാംഗ്ലൂരിലാണ് മലപ്പുറം ജില്ലത്തെ പരിപാടി പറഞ്ഞത്, അല്ലാതെ വേറെ എവിടെയല്ല. നമ്മുടെ മലപ്പുറം ജില്ലത്തെ സ്ഥലത്തായി പറഞ്ഞത്, നമ്മൾ വിഷയമായി പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും ജഹാലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളാണത്. അങ്ങനെ ഉണ്ടോ? 1-2 കത്തി ഒപ്പര വെക്കണ്ട്, കുട്ടിയുടെ തലയിലും മൃഗത്തിന്റെ കഴുത്തിലും അല്ലേ? ഈ അറവ് നടത്തിക്കഴിഞ്ഞ് മുടി കളയുന്ന വിഷയം, മുടി കളയുന്ന ആള് വന്ന് അതതിന്റെ സമയത്തും കാര്യങ്ങളിലും നടത്തുന്നതിന് പകരം ആളുകൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു അബദ്ധാണത്. എന്ത്? 2 കത്തിയും ഒപ്പം വെക്കണം. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനല്ല ചെയ്യേണ്ടത്. അങ്ങനൊന്നുമല്ലല്ലോ, കിതാബില് നമ്മൾ ഓതി പഠിച്ചോന്നോ 2 കത്തി ഒപ്പം വെക്കണം എന്നല്ലല്ലോ. അപ്പൊ പിന്നെ എവിടുന്നാ ഇത് വന്നതെന്ന് ചോദിക്കുമ്പോ, അത് അറവിന്റെ ആള് പറഞ്ഞു കൊടുത്തൊരു സംഗതിയാണ്. അറവിന്റെ ആള് മൊയ്ലിയരും കിതാബ് ഓതി പഠിച്ച ആളൊന്നുമല്ല. അയാൾക്ക് അറക്കാൻ അറിയും, അറവ് നടത്താൻ അറിയും. എങ്ങനെ അറവ് നടത്തേണ്ടത്, എന്തെല്ലാം മുറിയണം, ആ സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകൾ, അതൊക്കെ അയാൾക്കറിയാം. എങ്ങോട്ടാ തിരിച്ചു നടത്തേണ്ടതെന്ന് ആ വിഷയമൊക്കെ അറിയാം. പക്ഷെ അതിന്റെ സുന്നത്ത് ആ രൂപം പോലെ പാലിക്കേണ്ടടുത്ത് ആളുകൾ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ്. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, അവിടെ മുടി കളയുന്ന സ്ഥലത്ത് ഈ കളയുന്ന മുടി, വടിച്ചെടുക്കുന്ന മുടി, അത് തൂക്കിയിട്ട് അതിന്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ സ്വതക്ക ചെയ്യൽ സുന്നത്തുണ്ട്, അല്ലേ? സുന്നത്തുണ്ട്. അപ്പൊ മുടി വടിച്ചു കളഞ്ഞാലും മുടി എന്താ ചെയ്യുക? മുടി അവിടെ ഭദ്രമായി സൂക്ഷിക്കുകയാണ്. എന്തിനാ സൂക്ഷിക്കുന്നത്? ഒന്നിനുമല്ല, സൂക്ഷിക്കുന്നത് ഈ തൂക്കാനാണ്. ഇത് കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടണം, അതാണ് അതിന്റെ സുന്നത്ത്. അല്ല പെട്ടിയിലാക്കി തൂക്കി എടുത്തക്കൽ സുന്നത്തൊന്നുമില്ല. തൂക്കണ സമയം വരെ അത് എടുത്തു വെക്കും. തൂക്കം കിട്ടിയാൽ അതിനിത്ര ടൈമൊന്നും വേണ്ട, അത് കുഴിച്ചു മൂടണം. ഈ മുടി കൊണ്ടുപോയിട്ട് സഹോദരങ്ങളെ എന്താ പണിയെന്ന് ചോദിക്കുമ്പോ അത് പുഴയിൽ വയ്ക്കാൻ കൊണ്ടുപോവാണ്. അതെന്താ ഏർപ്പാട്? അങ്ങനെ ഉണ്ടോന്ന് ആരംഭം എന്നുള്ള ഒരു സുന്നത്ത്, കുഴിച്ചു മൂടലല്ലേ സുന്നത്ത്? നഖം വെട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അത് കുഴിച്ചു മൂടണം. പുരുഷന്മാരുടേത് കുഴിച്ചു മൂടൽ സുന്നത്താണ്, സ്ത്രീകളുടേത് കുഴിച്ചു മൂടൽ നിർബന്ധമാണ്. ഒഴിവാക്കി പോകുന്ന മുടിയും വെട്ടിക്കളയുന്ന നഖമൊക്കെ. മുടി ഇങ്ങനെ വാർന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്കത്തിന് വെക്കരുത്, അത് കുഴിച്ചു മൂടിക്കളയണം. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ, റൂമിന്റെ ഉള്ളിലൊക്കെ ചെന്നാൽ ഫാൻ അങ്ങോട്ട് ഇട്ടാൽ വർക്കത്തിന് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഉണ്ട വരും. അത് വാർന്നു വെച്ച ഉണ്ടകളാണ്. അത് ശരി, വാർന്നു വെക്കുമ്പോൾ ഓരോ ഉണ്ട വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എടുത്തു വെക്കലല്ല, അത് കുഴിച്ചു മൂടണം. അത് നിർബന്ധമാണ്. സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കളയുന്നതൊക്കെ അങ്ങനെയാണ്.
നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറിപ്പിച്ച് കളയാൻ പാടില്ല. അതിലൊരുപാട് സംഗതികളുണ്ട്. അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. നഖത്തിലൂടെ സിഹ്ർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ശൈത്താന്മാരുടെ കൂട്ടത്തിൽ. സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം. ഇനി ഒരൊറ്റ കുട്ടി നഖം അവിടെ ഇവിടെയും കളിയില്ല. കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പീടിയല്ല. അല്ലോ, ഈ സിഹിർ വരുന്ന പറയുമ്പോൾ പിന്നെ പേടിയായി പോയി. അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ കാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ. അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല, അത് കുഴിച്ചു മൂടണം. മറ്റൊരു സംഗതി, ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നിൽക്കും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഹ്ശറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം. എന്താണ് ആ ഭൂമി വായിക്കുന്നത്? ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മയും വായിക്കും, തിന്മയും വായിക്കും. ആ ഭൂമി സാക്ഷിയാകുന്ന ഒരു സംഗതിയാണ്. ഇയാൾ ഈ സുന്നത്തായ അമല് നിർവഹിച്ചിട്ടുണ്ട്, കുഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും. അതുകൊണ്ട് ഓരോ 10 ദിവസവും കൂടുമ്പോൾ നഖം മുറിച്ചു കളയണം. മുറിച്ചു കളയുന്നവർ തന്നെ ഒരൊറ്റ നഖവും ബർക്കത്തിന് ബാക്കി വെക്കരുത്, മുറിക്കാതെ. അങ്ങനെ വെക്കരുത്. എല്ലാ നഖവും മുറിക്കണം. ഏതെങ്കിലും ഒരു നഖം മുറിക്കാതെ ബാക്കി വെക്കാൻ പാടില്ല. നഖം മുറിക്കാതെ ബാക്കി വെക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു പോകാനുള്ള വലിയൊരു കാരണമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തല്ലണം. ഈ ചില വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുപോകും പോലെ ആകരുത്. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. ചില പള്ളിയിൽ കുത്തുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ബിരുദം കൊടുക്കാൻ പറ്റും, നൗമി ബിരുദം എല്ലാവർക്കും. ബിരുദത്തിന് പുതിയ പേരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിച്ചോളെ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. വെള്ളിയാഴ്ച ജുമാക്കറിനൊക്കെ നൗമി പുതിയ ബിരുദം. ഒക്കെ ഉറങ്ങാനാ പള്ളിയിലേക്ക് വരുന്നത്. സ്വലാത്ത് ഉറക്ക ചെല്ലണ്ടേ? അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം, അല്ലേ? എന്നിട്ട് എവിടെ ഉയർത്തൽ? നിങ്ങളെ പള്ളി ഉയർത്തലുണ്ടോ? എന്തിനാണ് പിന്നെ കൂടുന്നത്? കാരണവന്മാരായിട്ട് ചില ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാം അവർക്ക് മരിച്ചൂടെ. ഉറക്ക സ്വലാത്തല്ലണം. എന്താ തൊള്ളയിലെന്താ പിണ്ണാക്കുണ്ടോ? അത് ചെല്ലാതെ അമീറുൽ മൂമിനീൻ എന്ന് കേൾക്കുമ്പോ കാണാം റളിയല്ലാഹുവിനോട് ഉറക്ക ചൊല്ലണാണ്. നിങ്ങൾ ആ റളിയല്ലാഹുവിന് ഭയങ്കര സൗണ്ടില് സ്വലാത്താണെങ്കിൽ പതുക്കെയും. അതൊരു മര്യാദക്കേടല്ലേ? സൂഉല്ലദബല്ലേ സഹോദരങ്ങളെ? ശബ്ദം ഉയർത്തേണ്ടത് ഏതുകൊണ്ടാ? സ്വലാത്ത് കൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കരുത്. അങ്ങനെ ഉറങ്ങിയിരുന്ന അപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഹസൻ ഉസ്താദ് വിളിച്ചുകൊണ്ട് വന്നാണ്. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമായി വന്നാണ്. എല്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. അത് 2 ആൾ ഇരിക്കുകയാണെങ്കിൽ 2 ആള്, 150, 200, 300 ആൾ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇരിക്കുന്നവർ കേൾക്കുന്നവർ സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കൊള്ളണം. ബഖീലാകാൻ പാടില്ല. ആരാ ബഖീല്? അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്നെ കേട്ടിട്ട്, എന്റെ ഇസ്മ കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ബഖീൽ. വെള്ളിയാഴ്ച ഇസ്മല്ല ലമീറിനടക്കം സ്വലാത്തല്ലണമെന്നല്ലേ പറഞ്ഞത്? ഇസ്മിനെ അല്ലേ വലിയ ഭാഗ്യമായി, പിന്നെ ലമീറിന്. അലൈഹി, സ്വല്ലല്ലാഹു അലൈഹി എന്ന് കേൾക്കുമ്പോ അതിന് ചൊല്ലണം. എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ ആലിഹി അവിടെയും ചൊല്ലണം. എന്ത്? ഖത്തീബ് ചൊല്ലിത്തന്നെങ്കിലേ ചൊല്ലു, കേൾക്കണോ പറഞ്ഞേ. വസ്വഹ്ബിഹി അവിടെയും ചൊല്ലണം സ്വലാത്ത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും സഹോദരങ്ങളെ, ആ ഇസ്മിനെങ്കിലും ഒന്ന് ചൊല്ലണ്ടേ? എല്ലാവരും വെള്ളിയാഴ്ച ഉറക്ക സ്വലാത്തല്ലണം. നിങ്ങൾ ഒരാൾ ഉറക്ക ചൊല്ലിയിട്ട് ആ ഉറക്ക കേട്ടിട്ട് വേറെ ആരെങ്കിലും ചൊല്ലിയാൽ
അന്നത്തെ ദിവസം നിങ്ങൾ വിജയിച്ചു. നിങ്ങളൊരു ഉറക്ക സ്വലാത്ത് കേട്ടിട്ട് അപ്പുറത്തൊരു 5 ആള് ചൊല്ലി, അവരൊക്കെ ഒന്ന് ഉണർന്നു, ഉറക്ക സ്വലാത്തിൽ നിന്നവരായി. നിങ്ങൾ ആ സ്വലാത്തിനെ അവിടെ സജീവമാക്കിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ആദരവ് തരും. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ഉറക്ക ചൊല്ലണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. അതങ്ങനെ തന്നെ കൽപ്പിക്കപ്പെട്ടതാണ്. ഓരോ പ്രദേശത്തുള്ള കാരണവന്മാരും മുന്നിലെ സൊഫിൽ ഇരിക്കുന്ന ആളുകൾ അവർ ഉറക്ക സ്വലാത്തല്ലണം. ഉറങ്ങരുത്. ഖുതുബ കേൾക്കുന്നത് വലിയൊരു ഇബാദത്താണ്. ഖുതുബ കേട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂലേ? അതിനല്ലേ ഇമാം റാസി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഈ മആശറൽ മുസ്ലിമീനെ വിളിക്കുന്ന ഒരാളില്ലേ, അവർ ഈ ആയത്ത് ഓതുന്നത് ആ ആയത്ത് ഖുതുബയുടെ വിഷയത്തിൽ വന്ന ആയത്തായിട്ടാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന് തഫ്സീർ എഴുതിയത്. അതിൽപ്പെട്ടൊരു മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. വൈദാ ഖുരിഅൽ ഖുർആനു എന്നതിന് മഹാനവറുകൾ തഫ്സീർ എഴുതി, അയിൽ ഖുതുബത്തു. ഖുതുബക്ക് ഖുർആൻ എന്ന് പേര് വെക്കാനുള്ള കാരണം ഖുർആനിക ആയത്തുകളും ഉപദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഖുതുബ. അപ്പൊ ഖുതുബ നടത്തപ്പെടുമ്പോ ഫസ്തമിഉ ലഹു വഅൻസിതു, സാഗൂതം അത് ശ്രവിക്കണം, ശ്രദ്ധിക്കണം. കേട്ടാൽ മാത്രം പോരാ. അങ്ങനെയാണ് ഇവന് അങ്ങനെ പറയേണ്ടേയില്ല. ഫസ്തമിഉ ലഹു വഅൻസിതു, കേട്ടാൽ മാത്രം പോരാ, നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സംസാരിച്ചാലും സംഗതി കേൾക്കും, കേൾവിണ്ടായാൽ മതി, അത് പോരാ. മൗനം പാലിച്ചുകൊണ്ട് തന്നെ കേൾക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ വേണ്ടി, അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെടുന്നവരാകാൻ വേണ്ടി. ഇപ്പൊ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേനടുക്ക് പറഞ്ഞ് സ്വലാത്ത് പറഞ്ഞപ്പോ ഒരു വിഷയം പറഞ്ഞാണ്. അതിന്റെ മുമ്പ് എന്തേ പറഞ്ഞു? മറന്നുപോയോ? നഖം മുറിക്കാം. കുറച്ചു കാലം ജിബ്രീൽ അലൈഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. 40 ദിവസം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിൻ വരാത്ത, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയം. അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താപ്പങ്ങളെ ശൈത്താനെ കാണാത്തത്? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിളിച്ചിരുന്നു. കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ജിബ്രീലിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്താ അപ്പൊ ശൈത്താനെ കാണാത്തത്? നിങ്ങളെ ഒഴിവാക്കിയോ? റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ? നിങ്ങളെ റബ്ബിന് വേണ്ടേ? അപ്പോഴാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയത്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വല്ലുഹാ, ലുഹാ സമയത്ത് നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം. അങ്ങനെ ഒരു തഫ്സീറുണ്ട്, അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത്. വേറെയും തഫ്സീറുണ്ട്. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുൾ മുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട്. അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയെ, അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത്. ആ തിരുകേശം തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ പറഞ്ഞു, ജിബ്രീലേ, നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി. എന്തേ നിങ്ങൾ വരാതിരുന്നത്?
ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ 3 കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു കാരണം, ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ. അവർ ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി. ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത്. തള്ളവിരലിന്റെ നഖമാണെങ്കിലും ചെറിയ വിരലിന്റെ നഖമാണെങ്കിലും മുഴുവനും വെട്ടണം. വെട്ടാൻ പറഞ്ഞ സമയങ്ങളിൽ ആ ഭാവങ്ങളിൽ തന്നെ വെട്ടണം. വെട്ടിയതിനു ശേഷം അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം. ആ സമയത്തുള്ള സുന്നത്തുകളൊക്കെ പാലിക്കണം. നഖം വെട്ടാതെ ഒരു നഖവും ഉപേക്ഷിക്കരുത്. പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, വെട്ടാത്ത ഒരു നഖം ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ പറ്റിയിട്ട് പരിക്ക് പറ്റിയാൽ, മുറിവ് പറ്റിയാൽ, മുറിവ് മാറുന്നത് വരെയുള്ള ചികിത്സക്കുള്ള കാശ് നഖം വളർത്തിയവൻ കൊടുക്കണം. അങ്ങനെ വേണ്ട, വലിയ നഖം കൊണ്ട് നടന്നിട്ട് ആളുകളെ ശരീരത്തിൽ കോറിപ്പോയാല് ഇത് വിഷല്ലേ? അത് വിഷാംശത്തിൽ ഏതെങ്കിലും ചെറിയൊരു അംശം കണ്ടിട്ട് ടൈം എടുത്താൽ അത് ഷുഗറൊക്കെ ഉള്ള ആളാണ് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പൊ അത്രയും അയാൾ നഖം വർത്താൻ വന്ന് നഖം ആ ടൈം ആകുമ്പോഴേക്ക് വെട്ടണം. നഖം വെട്ടാത്ത ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാതിരുന്നത് എന്ന് 3 കാരണങ്ങളിൽ ഒരു കാരണമായി പറഞ്ഞപ്പോ സത്യത്തിൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. നഖം അതിന്റെ സമയമാകുമ്പോഴേക്ക് വെട്ടണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. വെട്ടിയാൽ അത് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വലിച്ചു കളയരുത്, കുടിച്ചു മൂടണം. വെട്ടിയ ഉടനെ തന്നെ കൈകൾ കഴുകണം, വൃത്തിയാക്കണം. വെള്ളിയാഴ്ച ഭംഗിയാകുന്ന കൂട്ടത്തിൽ പ്രത്യേകം ഉണർത്തിയത് കൂടിയാണത്. വെള്ളിയാഴ്ചയാണതിന് സമയമായതെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണം, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാക്കണം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകണം. ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് നഖം വെട്ടണം. നിശ്ചയിച്ച സമയങ്ങളിൽ സഹോദരങ്ങളെ, കൈയിന്റെയും കാലിന്റെയും നഖങ്ങൾ അങ്ങനെ വെട്ടണം. ഏതെങ്കിലും ആളുകൾ വെട്ടാത്ത ഒരു നഖവുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കണ്ടപ്പോൾ അത് പകർത്തരുത് എന്നർത്ഥം. നമ്മൾ അത് പകർത്തേണ്ടവരല്ല. നമ്മൾ പകർത്തേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടുത്തെ ഇൽമ്. പഠിപ്പിച്ചു തന്നു, എല്ലാം പഠിപ്പിച്ചു തന്നു. മറ്റുള്ളവർക്കത് പെട്ടെന്ന് ബോധ്യമായി കൊള്ളണമെന്നില്ല, അവർക്ക് പിന്നീടേ മനസ്സിലാകൂ. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ വിവരങ്ങളൊക്കെ അല്ലാഹു നൽകിയിട്ടുണ്ടാകും. കണ്ടില്ലേ? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഖൈബറിലേക്ക് ഇങ്ങനെ ആളുകൾ പോകുമ്പോ ധീരനായ ഒരു മനുഷ്യൻ, നല്ല വെട്ടി പടവരുതിയിട്ട് വിജയം സമ്മാനിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിൽ ശാരീരിക വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടിരിക്കട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പോകുന്ന ആള് നരകക്കാരിൽപ്പെട്ട ആളാണ്. നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നത് അപ്പുറത്തൊരു സഹാബി കപ്പോൾ ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെ? നല്ല പടവെട്ടി ജീവിക്കുന്ന ആള്, ഇസ്ലാമിന് ഒരുപാട് വിജയം സമ്മാനിക്കുന്ന ആളല്ലേ, ധീരനായ സഹോദരനല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എനിക്ക് നൽകിയ ഇൽമനുസരിച്ചാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്കത് പിന്നീട് ബോധ്യമായി കൊള്ളും, ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അല്ലാഹു എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് നൽകിയ വിവരമാണത്. അദ്ദേഹം പടക്കളത്തിലേക്ക് ചെന്നു, നല്ലോണം പോരാടി. അതെ, അദ്ദേഹത്തിന് നല്ലൊരു വെട്ടുകൊണ്ടപ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹം മറിഞ്ഞു വീണു. അപ്പോൾ നേരത്തെ മനസ്സിൽ ആശങ്ക വന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അതാ നല്ലോണം പടവരുതിയിട്ട് ഒരു ഭാഗത്തവിടെ വെട്ടേറ്റ് ഒരു കിടക്കുന്നു. വെട്ടേറ്റ് മരണപ്പെട്ടു എന്നാണ് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മരിച്ചിട്ടില്ല. നിങ്ങൾ പോയി ശരിക്ക് ശ്രദ്ധിക്കണം, അദ്ദേഹം മരിച്ചിട്ടില്ല, വെട്ടുകൊണ്ടൊരു ഭാഗത്ത് കിടക്കുകയാണ്. ആ സഹാബിയെ പറഞ്ഞേച്ചപ്പോൾ
വെട്ടേറ്റു എന്ന കാരണം കൊണ്ട് ഇത്രയും കാലം നല്ലോണം പടപൊരുതിയിട്ട് എനിക്കൊരു വെട്ടും കൊണ്ടില്ലായിരുന്നല്ലോ, ഇപ്പൊ ഒരു വെട്ടേറ്റല്ലോ എന്ന നിലക്ക് ആ മനുഷ്യൻ അതാ തന്റെ വാള് അതിന്റെ മൂർച്ചയുള്ള ഭാഗം മലർക്കെ വെച്ച് ആ വാളിന്റെ മേലെ ശരീരം അങ്ങ് അമർത്തി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഈ രംഗം നോക്കിക്കണ്ട് നിൽക്കുന്ന സ്വഹാബി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഉറപ്പിച്ച് ഞാൻ പറയുന്നു നബിയെ, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്ന്. നേരത്തെ വരുമ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ ഇദ്ദേഹം നരകക്കാരിൽപ്പെട്ട ആളാണ് എന്ന്. എനിക്കത് ഇപ്പോൾ ബോധ്യമായി. അവസാന നിമിഷം ഷഹീദായി മരണപ്പെടുന്നതിന് പകരം ഈ മനുഷ്യൻ ആത്മഹത്യയല്ലേ ചെയ്തത്? ജനങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ ഞാനിനി എന്തു പറയും എന്ന ഒരു വല്ലായ്മ മനുഷ്യന് പിടികൂടി. ഒന്നും ആകാനില്ല, അതൊരു അടയാളമല്ലേ? വിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയതിൽ അള്ളാഹു നൽകിയൊരു അസറല്ലേ, അടയാളമല്ലേ അത്? അങ്ങനെ എത്ര മഹാന്മാർക്ക് പറ്റിയിരുന്നു. ഖത്താദ റളിയല്ലാഹുവിന്റെ കണ്ണ് പറഞ്ഞു പോന്നില്ലേ? ഖത്താദ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നപ്പോ കണ്ണിങ്ങനെ പുറത്തേക്ക് അതാ ഉന്തി നിൽക്കുന്നു. മുകൾ ഭാഗത്ത് കുടി മാത്രമേ ഉള്ളൂ, കണ്ണിങ്ങനെ താന്ന് നിൽക്കുകയാണ്. വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല നബിയെ, വിഷമമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ സംസാരമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എനിക്കിങ്ങനെ പരിക്ക് പറ്റിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അള്ളാഹു എനിക്ക് നിശ്ചയിച്ചൊരു ഖളാ അല്ലേ, അള്ളാഹു എനിക്ക് ഈ വിഷയത്തിൽ തരുന്നൊരു സവാബില്ലേ? എന്റെ കണ്ണ് വിശുദ്ധ ദീനിന് വേണ്ടി പറിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായില്ലേ? പക്ഷേ കാണുന്ന ആളുകളൊക്കെ ഉസീബ ഖത്താദ, ഉസീബ ഖത്താദ, ഉസീബ ഖത്താദ, ഖത്താദക്ക് പരിക്കുറ്റി ഇതിങ്ങനെ പറയാം. ഈ പറച്ചിലാണ് കേട്ടുകൂടാത്തത്. അങ്ങനെയാണല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണിങ്ങനെ പൊക്കിയിട്ട് പതുക്കെ അവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഒറ്റടിക്ക് അത് റെഡിയായി. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അമർത്തി താഴോട്ട് വെച്ചു കൊടുത്തു. ഒരു പരിക്കുമില്ലാത്ത വിഷയമില്ലാത്ത രൂപത്തിൽ കണ്ണവിടെ ഉറച്ചു വന്നു. അപ്പൊ സമാധാനം. ഖത്താദ റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ണ് പോയല്ലോ, ഞാനിങ്ങനെ വന്നിട്ടല്ലേ, ഇങ്ങനെ പോയിട്ടല്ലേ, ഒന്നൊന്നും പറഞ്ഞില്ല. ആ ഒരു വല്ലായ്മ മനുഷ്യനെ പിടികൂടിയപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹാദാ മിൻ അഹ്ലിന്നാർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ഭാഗമായിരുന്നു അത്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ഏത് വിഷയത്തിലും അല്ലാഹു തങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്വം അളീമാ, അത് വിവരണാതീതമാണ്. ഇൽമില് മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങേക്ക് അല്ലാഹു നൽകിയ മഹത്വം അത് വിവരിച്ച് വർണ്ണിച്ചു തീർക്കാൻ ആർക്കും കഴിയില്ല. വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ആർക്കാണത് വരച്ചു തീർക്കാൻ കഴിയുന്നത്, എഴുതി തീർക്കാൻ കഴിയുന്നത്? ഓ സഹോദരങ്ങളെ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമ് മറ്റു അംബിയാഇന് നൽകപ്പെട്ടതുപോലെയല്ല, മാറ്റമുണ്ട്. എന്തേ കാരണം? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തൗറാത്ത് നൽകി. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൻജീൽ നൽകി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സബൂർ നൽകി. അതേ വ്യത്യസ്ത നബിമാർക്ക് അല്ലാഹു തആല സ്വഹീഫത്ത് നൽകി. വ്യത്യസ്ത കിതാബുകളും ഏടുകളും നൽകി. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ നൽകിയത് അവർക്കാർക്കെങ്കിലും നൽകിയ രൂപത്തിലാണോ? അല്ല, മാറ്റം ഉണ്ട്. തൗറാത്ത് അത് നിശ്ചിത പലകകളിലായിട്ടല്ലേ അല്ലാഹു നൽകിയത്. ഇഞ്ചീല് അതൊരു ഗ്രന്ഥരൂപത്തിലായിട്ടല്ലേ നൽകിയത്. സബൂറും അങ്ങനെ തന്നെയല്ലേ നൽകിയത്. ഏടുകളും അങ്ങനെ തന്നെയല്ലേ നൽകിയത്. ഖുർആൻ അങ്ങനെയല്ല. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങയുടെ ഖൽബിലാണ് അല്ലാഹുവിന്റെ കലാമുമായി ഇറങ്ങി വന്നത്. അല്ലാഹുവിന്റെ കലാമു സ്വീകരിക്കാൻ, ആ കിതാബ് മുഴുവനും സ്വീകരിക്കാൻ പക്വതയും പാകതയും പ്രവിശാലതയും
ഉള്ള ഒരു ഖൽബേ ലോകത്തുള്ളൂ. അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബാണ്. അതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വമാണ്. വേറൊരാളുടെയും ഖൽബിലേക്കല്ലല്ലോ അല്ലാഹു കിതാബ് പകർന്നു നൽകിയത്. ഗ്രന്ഥരൂപത്തിലായിട്ടും പലകരൂപത്തിലായിട്ടും മറ്റുമല്ലേ നൽകിയത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഫുർഖാനുൽ അലീം അല്ലാഹു നേരെ നൽകിയത് അവിടുത്തെ ഖൽബിലേക്കാണ്. എന്താണ് ആ ഖൽബിന്റെ പ്രവിശാലത, എന്താണ് ആ ഖൽബിന്റെ സൗന്ദര്യം? അതല്ലേ അല്ലാഹു വിശദീകരിച്ചത്, അലം നശ്റഹ് ലക സ്വദ്റക്. ഓ നബിയേ, ലോകത്തുള്ള എല്ലാ ഇൽമും ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയുള്ള ഖൽബ് തങ്ങൾക്ക് സമ്മാനിച്ചില്ലയോ നബിയേ? ലോകത്തൊരു നബിക്കും അല്ലാഹു ഇത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. പൂർവികരുടെ ഇൽമും എനിക്ക് നൽകപ്പെട്ടു, പിൽക്കാലത്ത് വരുന്ന സർവ്വരുടെ ഇൽമും എനിക്ക് നൽകപ്പെട്ടു. ഇനി ലോകത്ത് എത്ര കണ്ടുപിടുത്തക്കാര് വന്നാലും, എത്ര വലിയ ബുദ്ധിമാന്മാര് വന്നാലും, എത്ര മയാചാരക്കാര് വന്നാലും, അവരൊക്കെ ലോകത്ത് വരുന്നതും സ്പർശിക്കുന്നതും മുന്നോട്ട് വെക്കുന്നതും നേരത്തെ നിർവചിച്ച് ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരാലങ്കാരിക പ്രയോഗത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഈ യുഗത്തെ നോക്കിക്കണ്ടിട്ട് വർണ്ണിച്ചിട്ടില്ലേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഇന്നത്തെ അടയാളങ്ങൾ അന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്ന് നടക്കാൻ പോകുന്ന അടയാളങ്ങൾ എത്ര കൃത്യമായിട്ടാണ് തങ്ങൾ നോക്കി പറഞ്ഞത്. ആഖിറുസ്സമാനിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കപ്പെടുന്ന രീതിയിൽ ഇനി കാണാനിരിക്കുന്നത് വലിയ അടയാളങ്ങളാണ്. ചെറിയ അടയാളങ്ങളായി തങ്ങൾ പഠിപ്പിച്ചതൊക്കെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഏതാ സംഭവിക്കാത്തത്? നിങ്ങൾ കണ്ടില്ലേ, വർത്തമാന യുഗത്തില് ജനങ്ങൾക്കൊരു പ്രശ്നവും അല്ലാത്ത രൂപത്തില് യുവസമൂഹം എന്ന് മാത്രമല്ല, ആണും പെണ്ണും വൃദ്ധന്മാരും എല്ലാവരും ഒരു സ്റ്റാറ്റസായി ഉപയോഗിക്കുന്നു മദ്യപാനം. എന്നിട്ടോ അവരുടെ ഭാഷ എന്താണ്? അവരുടെ വർത്തമാനം എന്താണ്? ഖുർആൻ കുടിക്കരുത് എന്ന് പറഞ്ഞത്, ഹദീസ് കഴിക്കരുത് എന്ന് പറഞ്ഞത്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത്, പാടില്ലാത്തതാക്കി വെച്ചത് ഈ ഉപയോഗിക്കുന്നതല്ല, അത് വേറൊന്നാണ് എന്നല്ലേ പറയുന്നത്. ഇതല്ലേ കാലേ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുൻപന്തിയിൽ പറഞ്ഞത്. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവർ ഖംർ എങ്ങനെയാണ് ഹലാലാക്കുക? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അവരതിന് പേര് മാറ്റി പറയും, പേര് മാറ്റി പറയും. സുബ്ഹാനല്ലാഹ്. ഞാൻ ബഹ്റൈനിൽ വരുമ്പോ എന്റെ തൊട്ടടുത്തുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ. കുറെ കാലമായി ബഹ്റൈനില്, ബാവാക്കെന്ന് പറയും. അപ്പൊ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന ശേഷം ഈ വിമാനത്തിലുള്ള ആളുകള് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾക്ക് കുപ്പീന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, അല്ല ഇതിലിപ്പോ എല്ലാ തരം സാധനം ഉണ്ടല്ലോ ഉസ്താദേ, അതും അതിന്റെ വലുതും ചെറുതും എല്ലാ ഐറ്റംസ് അതിലുണ്ട്. അതാ അവരങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കുറെ ആൾക്കാർ. അവരെ മാത്രം പറയണ്ട. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോ എന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അവിവാഹിതനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ചെറുപ്പമുള്ള ആളാണ്. അദ്ദേഹം നല്ല ഉയർന്ന ജോലിക്കാരനാണ്, നല്ല ശമ്പളക്കാരനാണ്. വന്നിരുന്നപ്പോ തുടക്കത്തിൽ എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഇശാമാരുവിന്റെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ പതിവുള്ളത് പോലെ തബാറക്കും ഇതാ വക്കാത്തെ കോതി
തബാറക്കും ഇതാവക്കാത്തി കേട്ടപ്പോ ഞാൻ നല്ല സന്തോഷിച്ചു. ഒരു ദീനിന്റെ അലാമത്തുള്ള അടയാള ചെറുപ്പക്കാരനാണല്ലോ, അങ്ങനല്ലേ? രാത്രിയാകുമ്പോ ഒരു തബാറക്കും ഇതാവക്കാത്തും സൂറത്തു സജീദൊക്കെ കേൾക്കുമ്പോ, ദുഃഖാനൊക്കെ കേൾക്കുമ്പോ പൊതുവേ അങ്ങനെയല്ലേ ധരിക്കുക. അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല സന്തോഷമായി, അടുത്ത് കിട്ടിയ ആളെന്നെ നല്ല ആളായിപ്പോയല്ലോ. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്നുണ്ടൊരു കുപ്പി എടുക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇത് നജസാണല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചൊല്ല, ഇത് നിങ്ങളല്ലേ നേരത്തെ തബാറക്കിതാവാക്കാത്തി ഓതി ആമുഖായിട്ട് എന്താ പോയി കുടിക്കുന്നത്, വല്ല മരുന്നാണോ? ഇത് ഹംറല്ലേ, ഇത് പാടില്ലല്ലോ, നേസല്ലേ, ഇതാണോ നിങ്ങൾ ഖുർആൻ ഓതിയ നാവിലൂടെ കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഇത് ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞ അതല്ല, ഇത് പേര് വേറെ, ഇതിന്റെ പേര് ബീർ എന്നാണ്, ഇതിന് ആ ഹംറ് എന്ന് പറയില്ല. അന്ന് തങ്ങൾ പറഞ്ഞു ഉമ്മത്ത് എങ്ങനെ അത് ഹലാലാക്കുന്നു? സ്വഹാബത്ത് ചോദിച്ചു, വഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, ഖംറിന്റെ വിഷയത്തിൽ എന്താണ് ഖുർആനിൽ വിശദീകരിക്കാത്തത്? എല്ലാം അല്ലാഹു വ്യക്തമാക്കി വിശദീകരിച്ചില്ലേ? എന്തിനാണത്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. പിശാച് ഖംറിലൂടെ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്കിടയിൽ കലഹം സൃഷ്ടിക്കാനാണ്. കുടുംബ കലഹം, ചേരികളിൽ പ്രത്യേകമായി കലഹം രൂപപ്പെടുത്താൻ, അനൈക്യമുണ്ടാക്കാൻ, വിദ്വേഷമുണ്ടാക്കാൻ. അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന്, ചിന്തയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാൻ, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ, അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവനില്ല എന്ന് അല്ലാഹു തആല ഇത്രയും വിശദീകരിച്ചിട്ടും ആളുകൾ പറയുന്നു, നോക്ക് നിങ്ങൾ, അത് വേറെയാണ്, ഇത് വേറെയാണ്. രണ്ടും ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുകയില്ലേ സഹോദരങ്ങളെ? എത്ര വ്യക്തമായിട്ടാണ് ഈ രൂപം കാണുന്നത്. വിഷയമല്ലാത്ത രൂപത്തിൽ ആളുകൾ കണ്ടില്ലേ നിങ്ങൾ കുടിക്കുന്നതും നടക്കുന്നതും? ആണുങ്ങൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങൾ പോലും. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ന്യൂ ഇയറിന് പത്രത്തിൽ വന്ന ഫോട്ടോ നിങ്ങൾ മറന്നുപോയോ? മുസ്ലിം സഹോദരിമാരുടെ ഫോട്ടോയല്ലേ വന്നത്? മദ്യപാനം നടത്തിയിട്ട് കറങ്ങുന്നതും ആടുന്നതും മിനുങ്ങുന്നതും. എന്തൊരു ചിത്രമാണ് വന്നത്! അത് ഇസ്ലാമിനുള്ളൊരു വെല്ലുവിളി പോലെയല്ലേ ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്? ഇവിടെയാ ഞാൻ പറഞ്ഞു വന്നത്, നല്ല ഇൽമും തഖ്വയുമുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ വളർന്നു വരണം. അപ്പോഴേ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയമാണ് ഇൽമ്. ഇൽമ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അതിനേക്കാൾ ഇഷ്ടമുള്ള വലിയ അമല് വേറെയുണ്ടോ? ഇല്ല. ഏറ്റവും ഇഷ്ടമുള്ള അമലായി തങ്ങൾ തെരഞ്ഞെടുത്തതും സ്വഹാബത്തിനെ പഠിപ്പിച്ചതും സ്വഹാബത്തിനെ സ്ഥാനം കൊടുത്തതും അതല്ലേ? സ്വഹാബിമാരെ കൂട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠനം നടത്തിക്കൊടുക്കാൻ വിട്ട സ്വഹാബിമാർക്ക് എന്തൊരു ബഹുമാനമാണ്. എന്റെ കാലശേഷം 6 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ഓത്ത് പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവർക്ക് എന്തൊരു ബഹുമാനമായിരുന്നു സ്വഹാബത്തിനിടയിൽ. കാരണം അവരിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠനത്തിന് നിശ്ചയിച്ച ഇമാമുകൾ എന്ന നിലക്ക് വലിയ ബഹുമാനമാണ് അവർക്കുണ്ടായിരുന്നത്. ആ ബഹുമാനം കണക്കുകൂട്ടിയാണ് മദീന പള്ളിയിൽ തറാവീഹ് ജമാഅത്തായി സംഘടിപ്പിക്കപ്പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ തറാവീഹിന് ഇമാമായി നിർത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ 6 ആളിൽപ്പെട്ട ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മഹാനവർകളാണ് തറാവീഹിന് നേതൃത്വം നൽകുന്നത്. വലിയ ഖാരിഉകളിൽപ്പെട്ട ഒരു മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ഏറ്റവും വലിയ സങ്കടം വന്ന ഒരു നിമിഷവും ഖുറായിൽപ്പെട്ട 70 ആളുകളെ റഅൽ ഗോത്രക്കാരും ദക്വാൻ ഗോത്രക്കാരും ഉസയ്യ ഗോത്രക്കാരും ബനൂ ലഹിയാൻ ഗോത്രക്കാരും ഞങ്ങൾക്ക് പഠിപ്പിക്കാനും സഹായത്തിനൊക്കെ ആളെ വേണമെന്ന് പറഞ്ഞപ്പോ മുന്തിയ ഓത്തറിയുന്ന 70 ആളുകളെ കൂടെ വിട്ടുകൊടുത്തു. പക്ഷേ മദീനത്തുനിന്ന് പോയിട്ട് അതേ അവരെ നാട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ചതി പ്രയോഗിച്ച് ഈ ഖുർആനവർ കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവർക്കെതിരെയല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 മാസക്കാലം ഖുനൂത്ത് ഓതിയത്. 5 വക്ത് നിസ്കാരത്തിലും ഖുനൂത്ത് ഓതിയില്ലേ? അത് ചെറിയൊരു സങ്കടമല്ല. ഒരു ഖബർ കുഴിച്ചിട്ട് 2 ആളുകളെ ഖബറിലേക്ക് വെക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാനം നൽകിയത് ആർക്കാണ്? ഗോത്രത്തലവൻ ആരാണ് എന്നല്ല ചോദിച്ചത്, കൂടുതൽ വയസ്സൻ ആരാണ് എന്നല്ല ചോദിച്ചത്. അയ്യുഹും അക്സറു അഖ്ദൽ ലിൽ ഖുർആൻ. ശുഹദാക്കളിൽ 2 ആളെ ഒരു ഖബറിലേക്ക് വെക്കേണ്ട സാഹചര്യം വരുമ്പോ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, ഈ ആളുകളിൽ കൂടുതൽ ഖുർആൻ സ്വീകരിച്ച് ഇൽമുള്ള ആള് ആരാണ്? ആരാണ് കൂടുതൽ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്? ഫഇദാ ഉശീറ ഇലാ അഹദിഹിമാ, ഒരാളിലേക്ക് സ്വഹാബത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഖദ്ദമഹു ഫിൽ ലഹദി, ആദ്യമായി മുന്തിക്കുന്നത് ആ മഹാനയാണ്. ഒരു ഖബറിലേക്ക് 2 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ, 3 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ മുൻഗണന കൊടുക്കുന്നത് ഏറ്റവും അധികം ഇൽമുള്ളവർക്കാണ്. അതേ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാനം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ്. ആമുഖമായി ഞാനൊരു വിഷയം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിലുള്ള അശ്രദ്ധകളൊക്കെ മാറാൻ, അജ്ഞതകൾ നീങ്ങിക്കിട്ടാൻ ഇനിയും ഉലമാ, നല്ല ധൈര്യമുള്ള ഇൽമും തഖ്വയുമുള്ള നല്ല ഉലമാ പിറക്കണം. ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന ഉലമാക്കൾ ഇനിയും പിറക്കണം. സുബ്ഹാനല്ലാഹ്. അതിന് മുതഅല്ലിമീങ്ങൾ നന്നായി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനാണ് ഇതുപോലെയുള്ള നല്ല നല്ല ദർസുകളൊക്കെ വളരുന്നത്. ദർസ് നടത്തുന്ന ഉസ്താദുമാർക്കും അതിനെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഖൈറും ബറക്കത്തും ഏറെ അല്ലാഹു തആല ചൊരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് ഇൽമിനെ സഹായിക്കുക എന്നത്. നിങ്ങളെ സമ്പത്തിൽ ബറക്കത്ത് വേണോ? സന്താനങ്ങളിൽ ബറക്കത്ത് വേണോ? വീടുകളിൽ ബറക്കത്ത് വേണോ? അതിനൊരു പ്രധാനപ്പെട്ട സംഗതി ഇൽമു പഠിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങളെ അയക്കുക. അത് ബറക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ്. അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ. എന്റെ ബാപ്പ മാത്രം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ മക്കൾ 9 ആളുകൾക്കുള്ള അധ്വാനം കണ്ടെത്തിയത്. 3 ആൺകുട്ടികളും 6 പെൺമക്കളുമാണ് ഉപ്പക്ക് ഹയാത്തിലുണ്ടായത്. മരിച്ചുപോയവര് വേറെയുണ്ട്. ഞങ്ങളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ പണിക്ക് പോകുന്ന പണിയുണ്ട്. മോശപ്പെട്ട പണിയൊന്നുമല്ല, ചപ്പ് നുള്ളാൻ പോകുന്ന പണിയുണ്ട്. കുടലൂർ ഭാഗത്തെ കണ്ടില്ലേ, തേയില നുള്ളാൻ പോകും. അത് അവർക്ക് പറ്റുന്നൊരു പണിയാണ്. ഉമ്മാനെ വാപ്പ അതിന് പോണ്ടാന്ന് പറഞ്ഞു, നീ അതിന് പോണ്ടാന്ന് പറഞ്ഞു. മക്കളെ ഓതാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് തരുന്നു. അങ്ങനെയാണ്. അത് എവിടുന്ന കിട്ടിയ? അത് പഴയ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ പാഠമാണ്. അവർക്ക് എവിടുന്ന കിട്ടിയത്? ഇൽമിന്റെ കേന്ദ്രമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അത് പറഞ്ഞത്. മദീന പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സഹോദരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, നബിയെ, എന്റെ ഒരു സഹോദരൻ ഇവിടെ ഓതുന്നുണ്ട്, ആ സഹോദരൻ കൂടി ഒന്ന് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾക്ക് 2 ആൾക്ക് ജോലിക്ക് പോകാമായിരുന്നു. തങ്ങളെന്താ വേഗം കൊണ്ടുപോയിക്കൊള്ളില്ലോ? അല്ല, കൊണ്ടുപോകരുത്. ലഅല്ലക തുർസഖു ബിഹി. നിങ്ങളെ സഹോദരൻ ഇവിടെ ഓതിപ്പടിക്കുന്നത് കാരണം, ഹദീസും ആയത്തും തഫ്സീറും ഒക്കെ പഠിക്കുന്നത് കാരണം നിങ്ങൾക്കുള്ള റിസ്ക് അല്ലാഹു തരും. ലഅല്ലക തുർസഖു ബിഹി. ആ സഹോദരൻ ഇവിടെ ഓതിപ്പടിക്കുന്നത് കൊണ്ട്, ഇൽമു സ്വീകരിക്കുന്നത് കാരണം
നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെട്ടേക്കും, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇൽമിന്റെ വഴിയിൽ മുതഅല്ലിമീങ്ങളെ നന്നായി പഠിക്കാൻ വിടുന്നത് കൊണ്ട് രക്ഷിതാക്കൾ ഭയക്കേണ്ടതില്ല. അത് ബറക്കത്തിനുള്ള വലിയ നിമിത്തമാണ്. സുബ്ഹാനല്ലാഹ്. വലിയ ബറക്കത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മഹാനവർകൾ നേർക്കുനേരെ കണ്ടത് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലേ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസല്ലേ. എത്ര തവണ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹദീസ് വിവിധ വിഷയങ്ങൾ പറയാൻ. മദീന പള്ളിയിൽ ഒരു മഗ്രിബിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ അധികരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നിസ്കാര ശേഷം തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 2 പേരെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവർ 4 പേരെ കൊണ്ടുപോകണം. 2 ആളെ ഭക്ഷണം 4 ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതൊക്കെ മതി. അങ്ങനെയല്ലേ? കാഫി സലാസ കാഫിൽ അർബഅന്നില്ലേ? അതുകൊണ്ട് 2 ആളെ ഭക്ഷണം 4 ആൾക്ക് 3 ആൾക്ക് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. 3 ആളെ കൊണ്ടുപോകുന്നവര് അതിലേറെ കൊണ്ടുപോകണം. 6 ആളെ കൊണ്ടുപോകണം. 4 ആളെ കൊണ്ടുപോകുന്നവർ 8 ആളെ കൊണ്ടുപോകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനെ വിളിക്കുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുറഹ്മാനെ, എന്റെ പതിവ് അറിയാമല്ലോ. എനിക്കൊരു പതിവുണ്ട്. അത് ഇവിടെ നിന്നുള്ള പതിവല്ല, മക്കത്തു നിന്നുള്ള പതിവാണ്. അഥവാ മഹബത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയം പകൽ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് വരും. രാത്രിയാകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ സലാം പറഞ്ഞു പോരുന്നൊരു പതിവ് നേരത്തെയുള്ള ശീലമാണ്. മദീനയിലെത്തിയിട്ടും അത് തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഞാൻ ഇശാ നിസ്കരിച്ചാൽ നേരെ മുത്തുനബി തങ്ങളെ വീട്ടിലേക്ക് പോകും. എന്നെ കാത്തിരിക്കരുത്. നമ്മുടെ വീട്ടിലേക്കുള്ള അതിഥികളാണിത്. ഇവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് വിട്ടേക്കണം. നേരം വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉപ്പ പറഞ്ഞതുപോലെ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഉമ്മ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി. ആ വന്ന മുതഅല്ലിമുകൾ, ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആതിഥേയരായ ആളുകൾ, അവരെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പക്ഷേ അവര് ചോദിക്കുന്നു, ഐന സ്വാഹിബുദ്ദാർ, വീട്ടുകാരനെവിടെ? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പക്ക് ഇങ്ങനെ ഒരു പതിവുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞേ വരൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം തന്ന് പറഞ്ഞേക്കാൻ എന്നെ വിട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അവര് പറഞ്ഞു, ഞങ്ങളൊരാഗ്രഹം, ഞങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവർ അന്ന് പുതിയതായി എത്തിയതല്ലേ, പുതുതായി മദീനയിൽ എത്തിയവരല്ലേ. ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കിട്ടുമല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കും. നേരം വൈകിയാൽ പിന്നെ എന്നോടായിരിക്കും ഉപ്പ ചൂടാകുക, ഞാനത് കേൾക്കേണ്ടി വരും. നിങ്ങൾ കഴിക്കും, ഞങ്ങൾ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം. പിന്നെ അവര് പറഞ്ഞു. ഏകദേശം ഉപ്പ വരാനായി എന്ന് കണ്ടപ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പതുക്കെ അവരിൽ നിന്ന് അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക്. പെട്ടെന്ന് തന്നെ ഉപ്പ വരുമ്പോ ഉപ്പാനെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടൊന്ന് മാറിയതാണ്. മറ്റൊരു ഭാഗത്തേക്ക് മാറി. നമ്മുടേതല്ലാത്ത കാരണത്തിന് വേണ്ടി അങ്ങനെ ചൂടാകുന്നൊരു വിഷയം വന്നാൽ അങ്ങനെ മാറി നിൽക്കാമെന്നും ആ ഹദീസിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മാറി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു. ഇവര് പറഞ്ഞു, നിങ്ങളെ കാത്തിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട എന്നാണ് അവര്. നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത്. അപ്പ വിളിച്ചു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, അബ്ദുറഹ്മാനെ, നല്ല ഒരു ചൂടൻ പേര് കൊണ്ടൊക്കെ വിളിച്ചു. യാ ഉംദറു, പേര് വിളിച്ചു, നല്ല ദേഷ്യത്തോടെ വിളിച്ചു. പക്ഷേ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് വാ, ബാക്കി ഞാനപ്പ പറഞ്ഞുതരാം. ഉപ്പ അങ്ങനെ ദേഷ്യപ്പെടുന്നത് തൻ്റെതല്ലാത്ത കാരണത്തിന് വേണ്ടിയാണെങ്കിൽ
ക്ഷമിക്കുന്നത് വരെ മൗനം പാലിക്കാമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ കുറ്റക്കാരനല്ലല്ലോ. ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഉമ്മ നേരത്തെ പാചകം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരമൊക്കെ ഗൗരവത്തോടെ നിന്നെങ്കിലും പിന്നെ മഹാനവറുകൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേക്കൂ, അതെല്ലാം ഒഴിവാക്കൂ, നിങ്ങൾ ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ അതിഥികളോടൊപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവരതാ ഭക്ഷണം കഴിക്കാൻ ഓരോ ഭാഗത്തിനും ഓരോ പിടി ഇങ്ങനെ എടുക്കുമ്പോ മാ അഖദ ലുഖ്മതൻ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ അക്സറു മിൻഹാ. ഒരൊറ്റ പിടി ഇങ്ങനെ പാത്രത്തിൽ നിന്നെടുക്കുമ്പോ അതിനേക്കാൾ അധികം അവിടെ എങ്ങനെ കൂടി വരുന്നു. ഒരു പിടി എടുത്താൽ അവിടെ 2 പിടി അധികം വരുന്നു. 2 പിടി ഭക്ഷണം എടുക്കുമ്പോ അവിടെ അതാ 3 പിടി ഭക്ഷണം വരുന്നു. വർധനവ് ഇങ്ങനെ നേർക്ക് നേരെ കാണുകയാണ്. എടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാത്രത്തിലേക്ക് നോക്കി. കൊണ്ടുവന്ന് വെച്ചതിനേക്കാളും ഭക്ഷണം അധികമുണ്ടല്ലോ. ഉടനെ വിളിച്ചു തന്റെ ഭാര്യയെ, യാ ഉഖ്ത ബനി ഫിറാസ്, പെണ്ണെ ഒന്ന് വന്നു നോക്ക്, ഭക്ഷണം ഇതാ അധികരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര ഭക്ഷണം ഞാൻ കൊണ്ടുവച്ചിട്ടില്ലല്ലോ, ഭക്ഷണം കുമിഞ്ഞുകൂടിയിട്ടുണ്ടല്ലോ, അധികരിച്ചിട്ടുണ്ടല്ലോ. നേർക്ക് നേരെ അവർ കാണുകയാണ്. സഹോദരങ്ങളെ, ഇൽമിനെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനം, റിസ്ഖിന്റെ വർധനവ് നേർക്ക് നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവര് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ എന്റെ വീട്ടിലുണ്ടായി. എന്റെ വീട്ടിലേക്ക് തങ്ങൾ പറഞ്ഞയച്ച അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ഇങ്ങനെ വർദ്ധിക്കുന്നത് ഞാൻ നോക്കിക്കണ്ടു. അവര് ഇവിടെയുണ്ട്, അവരും നോക്കിക്കണ്ടു. എന്റെ പത്നിയും അത് കണ്ടു. നല്ല ബറക്കത്തോടെ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബറക്കത്താണ്, നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണ്. അതിന്റെ ബാക്കി വല്ലതും വീട്ടിലുണ്ടോ? ബറക്കത്തുള്ള ഭക്ഷണം തലേന്ന് കൊണ്ടുവന്ന് വെച്ചാലും പിറ്റേന്ന് കഴിക്കാൻ മനസ്സിലായില്ലേ? അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ പഴഞ്ചോറ് വെക്കല് അല്ലേ? അപ്പൊ പഴഞ്ചോറ് വെക്കുവോ? തലേന്ന് ഉറങ്ങിയ ചോറ് പിറ്റേന്ന് കഴിക്കാമെന്നതിന് അതിൽ തന്നെ തെളിവ്. അതാ നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പഴഞ്ചോറ് വെക്കാൻ തെളിവ് എന്ന് പറയല്. അതിന് ഇതന്നെ തെളിവാക്കിയത് ഹദീസ്. ഒരു വിഷയത്തിനൊന്നല്ല, 10-25 വിഷയങ്ങൾക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് മാത്രമല്ല സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളുടെ കറാമത്തും കൂടി ഈ വിഷയത്തിലുണ്ട്. അവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ വർദ്ധിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ സംഭവം പറഞ്ഞ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ പിടിച്ച് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. തലേന്ന് ഉറങ്ങിയ ഭക്ഷണം പിറ്റേന്ന് കഴിക്കണം. തള്ളരുത്, ഒഴിവാക്കിയേക്കരുത്. ഇത് കഴിക്കാനുള്ളതാണ്. ഇതിനാണ് ഒഴിവാക്കുന്നത്. പഴയ കാലത്ത് വല്ലിപ്പാർക്കും പാപ്പാർക്കും ഒക്കെ ഉള്ള ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം കൂടി എന്നത് പാഞ്ചോറ് കഴിക്കാന്നുള്ളത്. പാഞ്ചോറ് അത് വേസ്റ്റ് കുട്ടയിലേക്കുള്ളതല്ല, കഴിക്കാനുള്ളതാണ്. അതിലൊരു കേടുമില്ല. ബറക്കത്തിന്റെ ഭക്ഷണം, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രിയുള്ളത് പിറ്റേന്നും കഴിക്കാന്ന് മനസ്സിലായി. ഇത് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നേർക്ക് നേരെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായ അനുഭവമാണ്. ചെറുതല്ല, വലിയൊരു അനുഭവമല്ലേ? നിങ്ങൾ നോക്ക്, റിസ്ഖിൽ അല്ലാഹു തആല നൽകുന്ന ഒരു വിശാലതയാണ്. മുതഅല്ലിമീങ്ങളെ വളർത്തണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന് വലിയ കാവലാണ്, നമ്മുടെ നാടിന് വലിയ കാവലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ, ഒരുപാട് മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വന്നാല് എവിടെയാണ് ഇവരൊക്കെ ജോലിയെടുക്കുക? ഇഷ്ടം പോലെ ജോലിക്കാർ ഇനിയും ആവശ്യമുണ്ട്. ഖിദ്മത്തിന് എത്രയോ ആളുകൾ ആവശ്യമുണ്ട്. നല്ല പഠനവും നല്ല വിദ്യയുമുള്ള ആളുകളെ
ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് ഇപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഷാ നൈപുണ്യം ചെറിയൊരു നിലക്ക് നേടിയാൽ മതി. അത് വലിയൊരു കഠിനാധ്വാനമുള്ള പണിയല്ല. ഭാഷാ പഠനം നടത്തേണ്ടതുണ്ടല്ലോ. ഒരുപാട് ഭാഷകൾ പഠിച്ചിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. മഹാന്മാരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടില്ലേ പേർഷ്യൻ ഭാഷ? ആരാണ് ആ ഭാഷ പഠിക്കാൻ പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു? കാത്തിബുൽ വഹ്യാണ്. വഹി എഴുതുന്ന മഹാനാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പദവിയും സ്ഥാനവും കൊടുത്ത് അലങ്കരിച്ച മഹാനാണ്. സ്വഹാബിമാർക്കിടയിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു കാണുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ പ്രത്യേകതയുണ്ട്. എന്തേന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് ആരെയാണ്? നിങ്ങളെയല്ലേ സെയ്ദേ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ കാത്തിബുൽ വഹയാണ്. നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരുന്നത് എഴുതിക്കൊണ്ട് തങ്ങളെ മുന്നിൽ രേഖപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ചെറിയ മഹത്വമുള്ള ആളല്ല. ആ മഹാനുഭാവനെ പേർഷ്യൻ ഭാഷ പഠിക്കാൻ, ഫാരിസി പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചു. പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. ഇൽമു പഠിക്കുന്നതിൽ, മുതഅല്ലിമീങ്ങളെ വളർത്തുന്നതിൽ, ആലിമീങ്ങളെ വളർത്തുന്നതിൽ എപ്പോഴും ഉത്സാഹം കാണിക്കുകയും അത് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ അവസാനം വരെ ഇൽമിന് ഖിദ്മത്തെടുത്തുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് കഴിയണം. മരിക്കാൻ നേരത്തും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ കൂട്ടത്തിൽ മരണം ആസന്നമായവരോട് അവസാനം നിർവഹിക്കാൻ പറഞ്ഞ അമലും അവസാനം പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതും ഇൽമു പഠിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണല്ലോ. തങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന സ്വഹാബി കുറച്ചു നേരം കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹ്യ് കൊടുക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് വിവരം പറയുന്നു. നിങ്ങളിതാ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏത് അമലാണ് ചെയ്യേണ്ടത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അപ്പുറത്തതാ ഹദീസ് ചർച്ച ചെയ്യുന്ന സ്വഹാബിമാര് ഇൽമു പഠിക്കുന്ന സംഘം കണ്ടില്ലേ, അവരെ കൂട്ടത്തിൽ ചേർന്നോളൂ. ജീവിതത്തിന്റെ അവസാനം ഇൽമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും വലിയ ഭാഗ്യം മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന സമയം വിളിച്ചു വരുത്താൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഒരുപാട് വസിയ്യത്തുകൾ ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഇൽമല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉമറേ, ഫർളിന് വലിയ പരിഗണന കൊടുക്കണം. ഫർള് ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ട് സുന്നത്തുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൂടാ. കാരണം ഫർളുകൾ പരിഗണിക്കാതെ സുന്നത്തുകൾ സ്വീകരിക്കപ്പെടൂല. ഫർളിന് വലിയ പരിഗണന കൊടുക്കണം. എന്തെല്ലാം ഫർളായ കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, അതിനല്ലേ മുഖ്യമായും പരിഗണന കൊടുക്കേണ്ടത്. നിസ്കാരത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിലും സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ വരെ ഫർളായ വിഷയങ്ങളല്ലേ മുൻഗണന കൊടുത്തു മുന്തിക്കേണ്ടത്. അതൊരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോ ഇപ്പുറത്തൊരുപാട് സുന്നത്തുകൾ നമ്മുടെ ബാധ്യതയായിട്ട് നമ്മൾ ഇങ്ങനെ നിറവേറ്റുന്നതിന് കാര്യമാത്ര പ്രസക്തമായ പരിഗണന കിട്ടുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമായ വിഹിതം ഒരാളെ പെരടിയിൽ 10,000 15,000 ഉണ്ട്. റിലീഫായിട്ട് അയാൾ 100, 150, 200 ധാരാളം കൊടുക്കുന്നുണ്ട്. തങ്ങി നിൽക്കുന്നൊരു ഫർള് അപ്പുറത്തില്ലേ, സമയമായൊരു ഫർളുണ്ട്. അതിനെയാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത്. അതാണ് ഏറ്റവും ആദ്യമായി കൊടുത്തു വീട്ടേണ്ടത്. പിന്നെയല്ലേ ഈ സുന്നത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വസിയ്യത്ത് നൽകുമ്പോ ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്ന വസിയ്യത്താണ് ഫർളിനെ വല്ലാതെ പരിഗണിക്കണം, ഫർളിനെ ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചിട്ട് സുന്നത്തിന് കാര്യമായി പരിഗണന നൽകിക്കൂടാ. അപ്പോഴും ഇൽമുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അവസാന സമയത്തും